ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബീഫ് കറി ഉണ്ടാക്കാൻ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 10 വെളുത്തുള്ളി, 4 പച്ചമുളക്, 1 തക്കാളി, 2 സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. ബീഫ് വേവിക്കുന്നതിലേക്ക് ഈ സവോള എല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി നുള്ള്, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ല, ബീഫിൽ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല കളറായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. കുക്കറിൽ വിസിലടിക്കാൻ വെക്കാം. 5-8 വിസിൽ വേണ്ടി വരും ബീഫ് വേവാൻ. ബീഫ് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറവിട്ട് അതിലേക്ക് മിളകും കുറവുള്ളതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ബീഫ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി ആ ബീഫ് വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ എരിവൊക്കെ നല്ല കുറവാണ്. കുറച്ചും കൂടി എരിവൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾ എരിവിട്ട് കൊടുക്കുക. ഇവിടെ കുറച്ച് എരിവ് കൂടുതലുള്ളതാണ്. പിന്നെ ബീഫിനൊക്കെ കുറച്ച് എരിവ് ഇട്ടാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുളക് പൊടി 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂണും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കറിയാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയും എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.